ഹായ് എവ്രി വൺ. ഇന്നത്തെ ദിവസത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം ബെഡിൽ കിടന്ന് കണ്ണടച്ചുകൊണ്ട് ഒരു സ്റ്റോറി കേട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. വൺസ് മെനി ഇയേഴ്സ് എഗോ, ഒരിക്കൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് there was a traveler who wanted to learn English. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിച്ച ഒരു സഞ്ചാരി ഉണ്ടായിരുന്നു. He wanted to travel the whole world. ലോകം മുഴുവൻ സഞ്ചരിക്കാൻ അവൻ ആഗ്രഹിച്ചു. He wanted to communicate with different people. വ്യത്യസ്തരായ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ അവൻ ആഗ്രഹിച്ചു. As a child, he heard many stories about wonderful places in other countries. കുട്ടിക്കാലത്ത് മറ്റ് രാജ്യങ്ങളിലെ അത്ഭുതകരമായ സ്ഥലങ്ങളെക്കുറിച്ച് ധാരാളം കഥകൾ അവൻ കേട്ടിട്ടുണ്ട്. He heard about people that wore different clothes and had different types of foods. പലതരം വസ്ത്രങ്ങൾ ധരിക്കുന്നവരും പലതരം ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുമായ ആളുകളെക്കുറിച്ച് അവൻ കേട്ടു. He dreamed of visiting those faraway places. ആ ദൂര സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് അവൻ സ്വപ്നം കണ്ടു. But when he grew up, he could only speak his local language. പക്ഷെ അവൻ വളർന്നപ്പോൾ അവൻ അവൻ്റെ പ്രാദേശിക ഭാഷ മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. His language was beautiful. അവൻ്റെ ഭാഷ മനോഹരമായിരുന്നു. He loved his language. That was magical. His language reminded him of love and bonding in his family. അവൻ തൻ്റെ ഭാഷയെ സ്നേഹിച്ചു. അത് മാന്ത്രികമായിരുന്നു. അവൻ്റെ ഭാഷ അവൻ്റെ കുടുംബത്തിലെ സ്നേഹത്തെയും ബന്ധത്തെയും ഓർമ്മിപ്പിച്ചു. But people of his village could speak only their language. They weren't aware of different languages of different countries. എന്നാൽ അവൻ്റെ ഗ്രാമത്തിലെ ആളുകൾക്ക് അവരുടെ ഭാഷ മാത്രമേ സംസാരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭാഷകളെക്കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. The traveler worked hard. ആ സഞ്ചാരി കഠിനാധ്വാനം ചെയ്തു. And with time saved enough money to buy some grammar books about the English language. കാലക്രമേണ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുള്ള ചില ഗ്രാമർ പുസ്തകങ്ങൾ അല്ലെങ്കിൽ വ്യാകരണ പുസ്തകങ്ങൾ വാങ്ങാൻ ആവശ്യമായ പണം സേവ് ചെയ്തു. He knew that English was spoken by many people in this world. ഈ ലോകത്ത് ധാരാളം ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. This language was spoken by unknown people in those faraway places he dreamed of. അവൻ സ്വപ്നം കണ്ട വിദൂര സ്ഥലങ്ങളിലെ അജ്ഞാതർ ഈ ഭാഷ സംസാരിച്ചിരുന്നു. This language could help him speak to those people with different cultures and different points of view. വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുമുള്ള ആളുകളോട് സംസാരിക്കാൻ ഈ ഭാഷ അവനെ സഹായിക്കും. This language was a key to open the door to his dreams. അവൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള താക്കോലായിരുന്നു ഈ ഭാഷ. So the traveler opened those grammar books about English and tried to understand what he read. അതുകൊണ്ട് ആ സഞ്ചാരി ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ആ വ്യാകരണ പുസ്തകങ്ങൾ തുറന്ന് താൻ വായിച്ചത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. He studied. അവൻ പഠിച്ചു. He studied as much as he could. അവന് കഴിയുന്നത്ര പഠിച്ചു. Often his mind diverted to his dreams from books. പലപ്പോഴും അവൻ്റെ മനസ്സ് പുസ്തകങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളിലേക്ക് വഴിമാറി. He would fall asleep with the books in his hands and begin to dream of many beautiful places. പുസ്തകങ്ങൾ കയ്യിൽ പിടിച്ച് അവൻ ഉറങ്ങുകയും മനോഹരമായ പല സ്ഥലങ്ങളും സ്വപ്നം കാണാൻ തുടങ്ങുകയും ചെയ്യും. One day, a young woman visited his village. ഒരു ദിവസം ഒരു യുവതി അവൻ്റെ ഗ്രാമം സന്ദർശിച്ചു. Her eyes were a light brown and she had a long curly hair. അവളുടെ കണ്ണുകൾ ഇളം തവിട്ട് നിറമായിരുന്നു. അവൾക്ക് നീളമുള്ള ചുരുണ്ട മുടി ഉണ്ടായിരുന്നു. She spoke his language with a strange but enchanting accent. വിചിത്രവും എന്നാൽ ആകർഷകവുമായ ഉച്ചാരണത്തോടെ അവൾ അവൻ്റെ ഭാഷ സംസാരിച്ചു. Her language was not perfect. അവളുടെ ഭാഷ പെർഫെക്റ്റ് ആയിരുന്നില്ല. But she could easily communicate with his villagers. പക്ഷേ അവൾക്ക് അവൻ്റെ ഗ്രാമവാസികളുമായി എളുപ്പത്തിൽ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു. After watching her for a long time, the traveler walked up to her and asked. ഏറെ നേരം അവളെ നോക്കിയ ശേഷം സഞ്ചാരി അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. Excuse me, where did you learn our language? എക്സ്ക്യൂസ് മീ, എവിടെ നിന്നാണ് നിങ്ങൾ ഞങ്ങളുടെ ഭാഷ പഠിച്ചത്? അതിൻ്റെ കൂടെ തന്നെ സഞ്ചാരി പറയുകയാണ്, ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ്.
ഐ വോണ്ട് ടു വിസിറ്റ് ഫാർ അവേ പ്ലേസസ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. വിദൂര സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ ആളുകളുമായി ആശയവിനിമയം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്യാൻ യു ഹെൽപ്പ് മീ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ഷീ ലുക്ക്ഡ് അറ്റ് ഹിം വിത്ത് എ സ്മൈൽ ആൻഡ് സെഡ്. അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു, ലെറ്റ് മീ ഗിവ് യു സം അഡ്വൈസ്. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരട്ടെ. യു ഷുഡ് വാക്ക് ഈസ്റ്റ് ഫോർ 3 or 4 days until you find a lake. നിങ്ങൾ 3-4 ദിവസം ഒരു തടാകം കാണുന്നത് വരെ കിഴക്ക് ദിക്കിലേക്ക് നടക്കണം. There is a village by this lake. ഈ തടാകത്തിനരികെ ഒരു ഗ്രാമമുണ്ട്. Walk there and speak to the people you find there. അവിടെ നടന്ന് അവിടെ കാണുന്നവരോട് സംസാരിക്കുക. Ask them about an old man with a white beard who sits on a large stone by the lake. തടാകക്കരയിൽ ഒരു വലിയ കല്ലിലിരിക്കുന്ന വെളുത്ത താടിയുള്ള ഒരു വൃദ്ധനെക്കുറിച്ച് അവരോട് ചോദിക്കുക. They will know who I am speaking about. ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അവർക്കറിയാം. She stepped closer to him and whispered in his ear. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. He will tell you the secret of learning English. ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ രഹസ്യം അയാൾ നിങ്ങളോട് പറയും. She winked at him with a smile as she moved away. അവൾ ദൂരേക്ക് നീങ്ങുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി കണ്ണിറുക്കി. The traveler decided to accept her advice. സഞ്ചാരി അവളുടെ ഉപദേശം സ്വീകരിക്കാൻ തീരുമാനിച്ചു. The next day he said goodbye to his friends and family, telling them he would be home in about a week. അടുത്ത ദിവസം അവൻ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും യാത്ര പറഞ്ഞു. ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ വീട്ടിലെത്തുമെന്ന് അവരോട് പറഞ്ഞു. He left his village and headed east. അവൻ തൻ്റെ ഗ്രാമം വിട്ട് കിഴക്ക് ദിക്കിലേക്ക് പോയി. He walked between trees. അവൻ മരങ്ങൾക്കിടയിലൂടെ നടന്നു. He felt the wind blowing against his face. തൻ്റെ മുഖത്തേക്ക് കാറ്റ് വീശുന്നതായി അയാൾക്ക് തോന്നി. He listened to the insects around him as he walked. അവൻ നടക്കുമ്പോൾ ചുറ്റുമുള്ള പ്രാണികളെ ശ്രദ്ധിച്ചു. He enjoyed the bird songs and greenery as he entered the area he had never visited before. ഇതുവരെ പോയിട്ടില്ലാത്ത പ്രദേശത്തേക്ക് കടന്നപ്പോൾ പക്ഷികളുടെ പാട്ടും പച്ചപ്പും അയാൾ ആസ്വദിച്ചു. After a few days he arrived near the lake the woman had mentioned. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ ആ സ്ത്രീ പറഞ്ഞ തടാകത്തിന് സമീപമെത്തി. There were many houses in that forest. ആ കാട്ടിൽ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. And the people they spoke a language that was slightly different than his. അവനേക്കാൾ അല്പം വ്യത്യസ്തമായ ഭാഷയാണ് അവിടെയുള്ളവർ സംസാരിച്ചിരുന്നത്. It was difficult to understand. അത് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. But after some time listening to them and trying to communicate, the traveler understood that where he could find the old man with a white beard. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അവരെ ശ്രദ്ധിച്ച് അവരോട് ആശയവിനിമയം നടത്താൻ ശ്രമിച്ചപ്പോൾ വെളുത്ത താടിയുള്ള വൃദ്ധനെ എവിടെ കണ്ടെത്താൻ കഴിയുമെന്ന് സഞ്ചാരിക്ക് മനസ്സിലായി. He walked through the forest to the opposite side of the lake. കാടിനുള്ളിലൂടെ അയാൾ തടാകത്തിൻ്റെ എതിർവശത്തേക്ക് നടന്നു. And found the old man with long, curly, white hair and a white beard sitting on a rock. നീണ്ടു ചുരുണ്ട വെളുത്ത മുടിയും വെളുത്ത താടിയുമുള്ള ആ വൃദ്ധൻ ഒരു പാറയിലിരിക്കുന്നത് കണ്ടു. His eyes were closed. അയാളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. Excuse me sir, I come from a village far from here. Excuse me sir, ഞാൻ ഇവിടെ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. I have heard of you. ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. Can you please tell me the secret of how to learn English? ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാമെന്നതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് എന്നോട് പറയാമോ? The old man slowly opened his eyes. വൃദ്ധൻ പതിയെ കണ്ണു തുറന്നു. The man said, the secret of how to learn English. ആ മനുഷ്യൻ പറഞ്ഞു, എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്നതിൻ്റെ രഹസ്യം? Strange you would ask an old man in the forest. കാട്ടിലെ ഒരു വൃദ്ധനോട് നിങ്ങൾ ചോദിക്കുന്നത് വിചിത്രമാണ്. But yes, I know of what you speak. പക്ഷെ അതെ, നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. To learn English, you must use it. ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങളത് ഉപയോഗിക്കേണ്ടതുണ്ട്. You must speak it.
നിങ്ങളത് സംസാരിക്കണം. യു മസ്റ്റ് റീഡ് ഇറ്റ്, നിങ്ങളത് വായിക്കണം. യു മസ്റ്റ് ലിസൺ ടു ഇറ്റ്, നിങ്ങളത് കേൾക്കണം. യു ഹാവ് ടു സ്പെൻഡ് എവ്രി ഫ്രീ മൊമെൻറ്റ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഒഴിവ് കിട്ടുന്ന ഓരോ നിമിഷവും അതിനെക്കുറിച്ച് ചിന്തിക്കണം. യു മസ്റ്റ് ഫൈൻഡ് യുവർ മോട്ടിവേഷൻ ട്രാവലർ ഓർ യു വിൽ ലേൺ നത്തിങ്. നിങ്ങളുടെ പ്രചോദനം നിങ്ങൾ കണ്ടെത്തണം സഞ്ചാരി, അല്ലെങ്കിൽ നിങ്ങളൊന്നും പഠിക്കില്ല. ലേണിംഗ് എ ലാംഗ്വേജ് ഈസ് ഹാർഡ്. ഒരു ഭാഷ പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്സ് ദാറ്റ് എ ഹ്യൂമൻ കുഡ് ട്രൈ ടു ലേൺ. ഒരു മനുഷ്യന് പഠിക്കാൻ ശ്രമിക്കാവുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണിത്. ആൻഡ് ദെയർ ആർ നോ ഷോർട്ട് കട്ട്സ് ദാറ്റ് വർക്ക് ഫോർ എവ്രി വൺ. കൂടാതെ എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന ഷോർട്ട് കട്ട് അല്ലെങ്കിൽ കുറുക്കുവഴികളൊന്നുമില്ല. യു മസ്റ്റ് ഫൈൻഡ് യുവർ ഓൺ വേ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വഴി കണ്ടെത്തണം. ബട്ട് ഡു നോട്ട് ഡിസ്പെയർ. എന്നാൽ നിരാശപ്പെടരുത്. ഡു നോട്ട് വറി. വിഷമിക്കരുത്. ഡു നോട്ട് ബി ഓവർവെൽംഡ് ബൈ ഫ്രസ്ട്രേഷൻ. നിരാശയിൽ തളരരുത്. ദ ലാംഗ്വേജ് വിൽ കം ടു യു. ഭാഷ നിങ്ങളിലേക്ക് വരും. വെൻ യു ഹാവ് ഫൗണ്ട് യുവർ മോട്ടിവേഷൻ. നിങ്ങൾ നിങ്ങളുടെ പ്രചോദനം കണ്ടെത്തുമ്പോൾ. ദ ട്രാവലർ ലിസൺഡ്. സഞ്ചാരി ശ്രദ്ധിച്ചു. ദ ട്രാവലർ തോട്ട് സൈലൻ്റ്ലി. സഞ്ചാരി നിശബ്ദനായി ചിന്തിച്ചു. ദ ട്രാവലർ ദെൻ ആൻസേർഡ്. എന്നിട്ട് സഞ്ചാരി മറുപടി പറഞ്ഞു. ബട്ട് ഐ ഡോണ്ട് നോ വെയർ ടു സ്റ്റാർട്ട്. പക്ഷേ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഐ എം നോട്ട് ഇൻ ലവ് വിത്ത് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. എനിക്ക് ഇംഗ്ലീഷ് ഭാഷയോട് പ്രണയമില്ല. ഐ സിംപ്ലി വോണ്ട് ടു ട്രാവൽ. ഞാൻ വെറുതെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ട്രാവലിംഗ് ഈസ് വാട്ട് മൈ ഹാർട്ട് ഡിസയേഴ്സ്, നോട്ട് ഇംഗ്ലീഷ് ഗ്രാമർ. എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് യാത്രയാണ്, ഇംഗ്ലീഷ് വ്യാകരണമല്ല. ദി ഓൾഡ് മാൻ ലുക്ക്ഡ് അറ്റ് ദ ട്രീസ് ഇൻ ദ ഫോറസ്റ്റ് അറൗണ്ട് ദം. വൃദ്ധൻ അവർക്ക് ചുറ്റുമുള്ള കാട്ടിലെ മരങ്ങളിലേക്ക് നോക്കി. ഹി ടേൺ ബാക്ക് ടു ദ ട്രാവലർ ആൻഡ് ടോൾഡ് ഹിം. അയാൾ സഞ്ചാരിയുടെ നേരെ തിരിഞ്ഞ് അവനോട് പറഞ്ഞു, ദെൻ യു ഷുഡ് കണ്ടിന്യൂ ഡൗൺ ദിസ് ട്രെയിൽ ഹിയർ ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ വനത്തിലൂടെ, ഈ പാതയിലൂടെ തുടരണം. ഇറ്റ് വിൽ ടേക്ക് യു ത്രൂ ദ ഡീപ്പ് വുഡ്സ്. അഗാധമായ വനത്തിലൂടെ അത് നിങ്ങളെ കൊണ്ടുപോകും. കണ്ടിന്യൂ വാക്കിംഗ് ത്രൂ ഔട്ട് ദ നൈറ്റ്. രാത്രി മുഴുവൻ നടത്തം തുടരുക. ഡു നോട്ട് സ്റ്റോപ്പ് ആൻഡ് ഡു നോട്ട് സ്ലീപ്പ്. നിർത്തരുത്, ഉറങ്ങരുത്. ബൈ മോർണിംഗ് യു വിൽ കം ടു എ വില്ലേജ് വിത്ത് ന്യൂ സ്മെൽസ്. രാവിലെയോടെ നിങ്ങളൊരു പുതിയ മണമുള്ള ഒരു ഗ്രാമത്തിലെത്തും. യു ക്യാൻ സീ സം ഡിഫറെൻറ്റ് പീപ്പിൾ ദെയർ. അവിടെ നിങ്ങൾക്ക് വ്യത്യസ്തരായ ആളുകളെ കാണാം. ഇൻ ദിസ് വില്ലേജ് യു ക്യാൻ ഫൈൻഡ് എ പേഴ്സൺ ഓർ ടു ഹു സ്പീക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന 1-2 പേരെ ഈ ഗ്രാമത്തിൽ കാണാം. ലേൺ എ ഫ്യൂ വേർഡ്സ് ഫ്രം ഈച്ച് ഓഫ് ദം. അവരിൽ ഓരോരുത്തരിൽ നിന്നും കുറച്ച് വാക്കുകൾ പഠിക്കുക. ദി ഓൾഡ് മാൻ ടുക്ക് ഔട്ട് എ പെൻസിൽ ആൻഡ് എ ബ്രൗൺ പീസ് ഓഫ് പേപ്പർ. വൃദ്ധൻ ഒരു പെൻസിലും തവിട്ട് നിറത്തിലുള്ള ഒരു കടലാസും പുറത്തെടുത്തു. ഹി റോട്ട് ഓൺ ദ പേപ്പർ സ്ലോലി. അയാൾ പതിയെ പേപ്പറിൽ എഴുതി. ഹി ഹെൽഡ് ദ പേപ്പർ ഔട്ട് ടു ദ ട്രാവലർ. അയാൾ ആ കടലാസ് സഞ്ചാരിക്ക് നേരെ നീട്ടി. വൈൽ യു ആർ വാക്കിംഗ് ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം നിങ്ങൾ നടക്കുമ്പോൾ. ഐ ആസ്ക് ടു റിപ്പീറ്റ് ദീസ് വേർഡ്സ് ടു യുവർ സെൽഫ്. ഈ വാക്കുകൾ സ്വയം ആവർത്തിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. സ്പീക്ക് ദം ഇൻ യുവർ മൈൻഡ് ഓർ സ്പീക്ക് ദം ടു ദ ട്രീസ്. അവ മനസ്സിൽ പറയുക, അല്ലെങ്കിൽ മരങ്ങളോട് സംസാരിക്കുക. നൗ ഗോ മൈ ഫ്രണ്ട്, ദ വേൾഡ് ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇപ്പോൾ പോകൂ സുഹൃത്തെ, ലോകം നിങ്ങളുടെ മുൻപിൽ കിടക്കുന്നു. വിത്ത് ദാറ്റ് ദി ഓൾഡ് മാൻ ക്ലോസ്ഡ് ഹിസ് ഐസ്. അതോടെ വൃദ്ധൻ കണ്ണുകൾ അടച്ചു. ദ ട്രാവലർ ടുക്ക് ദ പേപ്പർ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ട്രെയിൽ. സഞ്ചാരി കടലാസ് എടുത്ത് പാതയിലേക്ക് നോക്കി. ഫസ്റ്റ്ലി ഹീ തോട്ട് ഹീ കുഡ് ഗോ ഹോം. ആദ്യം അവൻ വീട്ടിൽ പോകാമെന്ന് ചിന്തിച്ചു. ദിസ് വില്ലേജ് വാസ് ഓൺലി എ ഡേ അവേ ഫ്രം ദെയർ. ഈ ഗ്രാമം അവിടെ നിന്ന് ഒരു ദിവസം മാത്രം അകലെയായിരുന്നു. ഹി ബിഗാൻ ടു വാക്ക് ഡൗൺ ദ ട്രെയിൽ. അയാൾ നടപ്പാതയിലൂടെ നടക്കാൻ തുടങ്ങി. ദ വിൻഡ് ബ്ലൂ ത്രൂ ദ ലീവ്സ്. ഇലകൾക്കിടയിലൂടെ കാറ്റ് വീശി. ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഹി ലുക്ക്ഡ് അറ്റ് വാട്ട് ദി ഓൾഡ് മാൻ ഹാഡ് റിട്ടൺ ഓൺ ദ പേപ്പർ. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അയാൾ ആ കടലാസിൽ വൃദ്ധൻ എഴുതിയത് എന്താണെന്ന് നോക്കി. ഹി ഫോളോഡ് ദി ഓൾഡ് മാൻസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റെഡ് ദ മെസ്സേജ് ഔട്ട് ലൗഡ്. അയാൾ വൃദ്ധൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും സന്ദേശം ഉച്ചത്തിൽ വായിക്കുകയും ചെയ്തു. ദ സീക്രട്ട് ടു ലേണിംഗ് എ ലാംഗ്വേജ്. ഒരു ഭാഷ പഠിക്കുന്നതിൻ്റെ രഹസ്യം. ദ ട്രാവലർ ലാഫ്ഡ് ബട്ട് ഹി റെഡ് ദ മെസ്സേജ്. സഞ്ചാരി ചിരിച്ചു, പക്ഷെ അവൻ സന്ദേശം വായിച്ചു. ടു ലേൺ എ ലാംഗ്വേജ് വൺ മസ്റ്റ് യൂസ് ഇറ്റ്.
ഒരു ഭാഷ പഠിക്കണമെങ്കിൽ അത് ഉപയോഗിക്കണം. ടു ലേൺ ടു സ്പീക്ക് എ ലാംഗ്വേജ് വൺ മസ്റ്റ് സ്പീക്ക് ഇറ്റ്. ഒരു ഭാഷ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് സംസാരിക്കണം. ടു ലേൺ ടു അണ്ടർസ്റ്റാൻഡ് എ ലാംഗ്വേജ് വൺ മസ്റ്റ് ലിസൺ ടു ഇറ്റ്. ഒരു ഭാഷ മനസ്സിലാക്കാൻ പഠിക്കണമെങ്കിൽ അത് കേൾക്കണം. ടു ലേൺ ടു കമ്മ്യൂണിക്കേറ്റ് വൺ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ്. ആശയവിനിമയം നടത്താൻ പഠിക്കാൻ ഒരാൾ ആശയവിനിമയം നടത്തണം. ഐ മസ്റ്റ് ഫൈൻഡ് മൈ മോട്ടിവേഷൻ ഓർ ഐ വിൽ ലേൺ നത്തിങ്. ഞാൻ എൻ്റെ പ്രചോദനം കണ്ടെത്തണം, അല്ലെങ്കിൽ ഞാനൊന്നും പഠിക്കില്ല. അതേഴ്സ് വിൽ പ്രോമിസ് മീ ഫാസ്റ്റ് ആൻസേഴ്സ്. മറ്റുള്ളവർ എനിക്ക് വേഗത്തിലുള്ള ഉത്തരങ്ങൾ വാഗ്ദാനം ചെയ്യും. അതേഴ്സ് വിൽ ഗിവ് മീ ഫാൾസ് ഹോപ്സ്. മറ്റുള്ളവർ എനിക്ക് തെറ്റായ പ്രതീക്ഷകൾ നൽകും. അതേഴ്സ് വിൽ പ്രോഫിറ്റ് ഫ്രം മൈ വറീസ്. മറ്റുള്ളവർ എൻ്റെ ആശങ്കകളിൽ നിന്ന് പ്രയോജനം നേടും. ഇഫ് ഓൺലി സംവൺ വുഡ് സ്പീക്ക് ടു മീ ഓൾ നൈറ്റ്. രാത്രി മുഴുവൻ ആരെങ്കിലും എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ. ദിസ് ഈസ് നോട്ട് ട്രൂ ബട്ട് ഐ മേ ബിലീവ് ഇറ്റ് ടു ബി സോ. ഇത് സത്യമല്ല, പക്ഷെ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിച്ചേക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്സ് ദാറ്റ് എ ഹ്യൂമൻ ക്യാൻ ഡു. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്നാണിത്. ഇറ്റ് ഈസ് ആൻ എൻഡ്ലെസ് ജേർണി അലോങ് എ ലോങ് റോഡ്. നീണ്ട പാതയിലൂടെയുള്ള അനന്തമായ യാത്രയാണിത്. ബട്ട് ഇറ്റ് ഈസ് എ റിവാർഡിംഗ് ജേർണി ആൻഡ് ഇറ്റ് വിൽ ഓപ്പൺ അപ്പ് ദ വേൾഡ് ടു മീ. പക്ഷേ അത് പ്രതിഫലദായകമായ ഒരു യാത്രയാണ്. അതെനിക്ക് ലോകത്തെ തുറന്നു തരും. ഇറ്റ് വിൽ ഹെൽപ്പ് ലീഡ് മീ ടു വാട്ട് ആൻഡ് ഹൂ ഐ ആം സെർച്ചിങ് ഫോർ. ഞാൻ എന്താണ്, ആരെയാണ് തിരയുന്നത് എന്നതിലേക്ക് എന്നെ നയിക്കാൻ ഇത് സഹായിക്കും. ഡു നോട്ട് ഡിസ്പെയർ. നിരാശപ്പെടരുത്. ഡു നോട്ട് വറി. വിഷമിക്കേണ്ട. യു ആർ ഇൻ്റലിജൻറ്റ്. നിങ്ങൾ ബുദ്ധിമാനാണ്. യു ആർ സ്മാർട്ട്. നിങ്ങൾ മിടുക്കനാണ്. യു ഹാവ് സിംപ്ലി നോട്ട് ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു ഷൈൻ. നിങ്ങൾക്ക് തിളങ്ങാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. യു വിൽ ലേൺ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് വെൻ യു ഫൈൻഡ് യുവർ ട്രൂ മോട്ടിവേഷൻ. നിങ്ങളുടെ യഥാർത്ഥ പ്രചോദനം കണ്ടെത്തുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കും. ദ ട്രാവലർ കണ്ടിന്യൂഡ് വാക്കിംഗ് ആൻഡ് ഹി റിപ്പീറ്റഡ് ദ വേർഡ്സ്. സഞ്ചാരി നടത്തം തുടർന്നു. അവൻ വാക്കുകൾ ആവർത്തിച്ചു. ദ ട്രാവലർ സ്റ്റോപ്ഡ്. ഹി വാസ് ടയേർഡ്. സഞ്ചാരി നിന്നു. അവൻ ക്ഷീണിതനായിരുന്നു. ഹി സാറ്റ് ഡൗൺ അണ്ടർ എ ട്രീ ആൻഡ് ക്ലോസ്ഡ് ഹിസ് ഐസ്. അയാൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കണ്ണുകൾ അടച്ചു. ഹി മൈറ്റ് നീഡ് എ സ്മോൾ റെസ്റ്റ് ബട്ട് ഹി വാസ് ഷുവർ ഹി വുഡ് കണ്ടിന്യൂ ഓൺ. ഒരു ചെറിയ വിശ്രമം അവന് ആവശ്യമായി വന്നേക്കാം, പക്ഷേ അവൻ തുടരുമെന്ന് ഉറപ്പായിരുന്നു. ഹി ഹാഡ് ബീൻ തിങ്കിങ് അബൌട്ട് ദി ഓൾഡ് മാൻസ് വേർഡ്സ് ഫോർ മോർ ദാൻ ആൻ അവർ. 1 മണിക്കൂറിലേറെയായി അയാൾ വൃദ്ധൻ്റെ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചു. ദ ട്രാവലേഴ്സ് മോട്ടിവേഷൻ ഫോർ ലേണിംഗ് ഇംഗ്ലീഷ് വാസ് ക്ലിയർ. ഇംഗ്ലീഷ് പഠിക്കാനുള്ള സഞ്ചാരിയുടെ പ്രചോദനം വ്യക്തമായിരുന്നു. ടു ട്രാവൽ, യാത്ര ചെയ്യാൻ. ഹി വുഡ് ഫോക്കസ് ഓൺ ദാറ്റ് വൈൽ ഹി ലേൺ ദ ലാംഗ്വേജ് ഓൺ ദ വേ. വഴിയിൽ ഭാഷ പഠിക്കുമ്പോൾ അവൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇൻ ദ ഫ്യൂച്ചർ ഹിസ് മോട്ടിവേഷൻ മൈറ്റ് ചേഞ്ച്. ഭാവിയിൽ അവൻ്റെ പ്രചോദനം മാറിയേക്കാം. പെർഹാപ്സ് ഇറ്റ് വുഡ് ബി ഇൻ ഗെറ്റിംഗ് എ ന്യൂ ജോബ്. ഒരുപക്ഷെ അതൊരു പുതിയ ജോലി നേടുന്നതിലായിരിക്കാം. നൗ ഫോർ ഹിം ഇറ്റ് വാസ് ട്രാവലിംഗ്. ഇപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത് യാത്രയായിരുന്നു. ഹി വുഡ് നോ ലോങ്ങർ വറി അബൌട്ട് പ്രപ്പോസിഷൻസ് ആൻഡ് ഗ്രാമർ ബുക്സ്. പ്രപ്പോസിഷനുകളെയും വ്യാകരണ പുസ്തകങ്ങളെയും കുറിച്ച് അവനിനി വിഷമിക്കില്ല. ബട്ട് ഹി വുഡ് ഫോക്കസ് ഓൺ ദ ന്യൂ പ്ലേസസ് ഹി വാണ്ടഡ് ടു വിസിറ്റ്. എന്നാൽ താൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഹി ടുക്ക് എ ലോങ് ബ്രെത്ത് ആൻഡ് ഫെൽ ഇൻ ടു എ ഡീപ് സ്ലീപ്പ് സ്മൈലിംഗ്. ഒരു ദീർഘനിശ്വാസമെടുത്ത് ചിരിച്ചുകൊണ്ട് അയാൾ ഗാഢനിദ്രയിലേക്ക് വീണു. ഹി വുഡ് സ്റ്റാർട്ട് എക്സസൈസിങ് ഹിസ് ഇംഗ്ലീഷ് വെൻ ഹി വോക്ക് അപ്പ്. ഉറക്കമുണർന്നാൽ അവൻ ഇംഗ്ലീഷ് പരിശീലിക്കാൻ തുടങ്ങും. വെൻ ഹി അറൈവ്ഡ് അറ്റ് ദ വില്ലേജ് ഹി വുഡ് സെർച്ച് ഔട്ട് പീപ്പിൾ ടു സ്പീക്ക് വിത്ത്. അവൻ ഗ്രാമത്തിലെത്തുമ്പോൾ സംസാരിക്കാൻ ആളുകളെ അന്വേഷിക്കും. ലെറ്റ് ഹിം സ്ലീപ്പ് ആൻഡ് ലെറ്റ് us ഓൾസോ സ്ലീപ്പ് വിത്ത് ബ്യൂട്ടിഫുൾ ഡ്രീംസ് ആൻഡ് ന്യൂ ഹോപ്സ്. അവൻ ഉറങ്ങട്ടെ. മനോഹരമായ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളുമായി നമുക്കും ഉറങ്ങാം.